ഹലോ ഗായ്സ്, ASP ഗെയിമിംഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് യെല്ലോ ബേബി. അപ്പോൾ നമ്മൾ പാർട്ട് 4 ആണ്, പാർട്ട് 5 കളിക്കാൻ എന്താവും അറിഞ്ഞൂടാ. നേരത്തെ മറ്റേ എക്സിറ്റ് വർക്ക് കണ്ടുപിടിച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മുടെ ട്രെയിനിൽ കുപ്പികളൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ റൈറ്റർ അതിന് നമ്മൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് കളിക്കാൻ പോവാണ്. അതിൻ്റെ ബാക്കി നോക്കാം. ഇനി എന്ത് സീൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉറപ്പായിട്ടും നമ്മുടെ ബേബി ഗെയിമിൻ്റെ എൻഡിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ പാരൻസ് വന്നിട്ട് അവൻ്റെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് അങ്ങനെ വലുതായിരിക്കും. പക്ഷെ ഗെയിമിനൊരു എൻഡില്ലാന്ന് എൻ്റെ ഒരു വിചാരം. കാരണം ഞാൻ എത്ര നേരം ഈ നല്ലൊരു കളിക്കാൻ തുടങ്ങിയിട്ട് 5 പേര് പാർട്ടായിട്ട് നമ്മുടെ ബേബി ഇൻ യെല്ലോ. എന്തായാലും നമ്മുടെ ഈ ബേബി സീനാണ്. വിചാരിക്കണ പോലെ എല്ലാവരും നമ്മൾ വിചാരിക്കണ പോലെ ഇങ്ങനെ പാവത്താനോ അയ്യോ പാവം ഒരു ബേബി വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഭയങ്കര സീനാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു എക്സിറ്റ് ഡോറൊക്കെ കണ്ടുപിടിച്ച് മിക്കവാറും ഈ എസ്കേപ്പിൻ്റെ അടുത്തെത്തിണ്ടാവും. നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ടാവാം. ഇപ്പോൾ എസ്കേപ്പ് തന്നെ ആയിട്ടുണ്ടാവാം. എസ്കേപ്പ് ആവുമായിരിക്കാം. എസ്കേപ്പ് ആവും എന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അതായാലും ഒരു 10-15 പാർട്ടൊക്കെ വരും മിക്കവാറും. അതുറപ്പാണ്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഒന്നാമത് ചെറുതൊക്കെ മുളച്ച് ഗൈസ്. എങ്ങനത്തെ ചെറുതെന്നൊക്കെ ഇതാണ് അവൻ്റെ ലോഗോ. പക്ഷേ ഈ ലോഗോയിൽ എന്താണെന്നറിയോ പ്രശ്നം? ഈ ലോഗോ കാണുമ്പോഴത്തേക്ക് പേടിയാവും. പിന്നെ മ്യൂസിക് ഞാൻ അത് വീണ്ടും കളിക്കില്ല. അത്രയും പ്രയാസമാണ്. ആ ഗെയിം വീഡിയോ ഇട്ടതിൽ ഇത് പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിലെല്ലാം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫ്രണ്ട് പറഞ്ഞിട്ട് കളിച്ചതാണെങ്കിൽ സീനുണ്ട്. ഇങ്ങനെ എൻ്റെ നെറ്റ് ഇത്തിരി സ്ലോ ആണ്. അപ്പോൾ ഇത്തിരി കറങ്ങി നിൽക്കും. പമ്പരം കറങ്ങണ പോലെയാണ് കറങ്ങുന്നത്. നിൽക്കണില്ല. സ്പർശമാണ്. ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും എൻ്റെ പണി ചെയ്തു. ഒരു ദിവസം നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ ഇതല്ലേ നമ്മൾ മുമ്പ് വീട് നശിക്കാൻ പോകണത്. ഫോളോ ബ്ലാക്ക് ആയിട്ടാ. അതിന് ബ്ലാക്ക് ആയിട്ട് എവിടെ? ബ്ലാക്ക് ആയിട്ട് ഉണ്ടെങ്കിലല്ലേ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ അല്ല. ചെറുപ്പാക്കട്ടെ. എന്തെങ്കിലും ഒരു കോഴിമുട്ട എടുത്ത് കയ്യിൽ വെക്കാം. ആരെങ്കിലും ബിരിയാണിയിലെ മോശക്കിട്ട് തന്നെ വെക്കാൻ പൊട്ടിക്കാം. മെത്തിക്കൊടിക്കോ. ഒറ്റ മിനിറ്റ്. അവിടെ ഒരു കാൽപ്പാട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ട് ഞാൻ പേടിച്ചു. ക്ലൈം ചെയ്തു. ഇവിടെ നമ്മൾ ക്യാറ്റ് അവിടെ ഫോളോ ചെയ്യുമായിരുന്നു. അവരെങ്ങോട്ടാ പോണേ? അതാ അവൻ ആ ചിത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി.
എന്താ പറയുന്നത്? നമ്മളാ പിക്ചറിൻ്റെ അകത്താണ്. പിക്ചറിൻ്റെ അകത്താണ് നമ്മൾ പെട്ടു. അറിയാണ്ട് പോയാൽ അമ്മേ, എൻ്റെ കണ്ണടഞ്ഞു പോയി. എന്തുപറ്റി? കളി തീർന്നോ? ഞാൻ എസ്കേപ്പ് ആയാ? ഉള്ളൂ. ഇപ്പോൾ 10 പാർട്ട് ഉണ്ടാവുള്ളൂ മിക്കവാറും. എന്താണോ എനിക്ക് ആവാറായോ ഇട്ടിട്ടുണ്ടാവാം. പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ വേറെ വഴിയില്ല. ചിലപ്പോൾ നമ്മളിനി പുതിയൊരു ഇതാണ് നമുക്ക് കളിക്കാൻ. ദി ബ്ലാക്ക് കാറ്റ്. നമ്മളെത്തി. ഇതാ ബ്ലാക്ക് കാറ്റ്. ബ്ലാക്ക് കാറ്റ്, മിസ്റ്റർ ബ്ലാക്ക് കാറ്റ്, ഞാൻ നിന്നെ പിടിക്കാൻ വരാം. അവനെവിടെ? ഈ പെറ്റിനെ പിടിക്കും അങ്ങനെ വലുതൊക്കെ ആയിരിക്കാം. അവൻ അതിൻ്റെ ഉള്ളിൽ അതാ കണ്ട 2 കണ്ണും വെച്ചിരിക്കണത്. കൊച്ചു കള്ള, നിന്നെ ഞാൻ ഇപ്പൊ പിടിക്കും. നമ്മുടെ കൈ കൊടുക്കുന്ന തോന്നി. എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. ചിലപ്പോ അങ്ങനെ പുഷ് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ബുക്ക് വെക്കുമ്പോ മറ്റേ ബസ്സിലൊക്കെ പോയെ. ബുക്ക് 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 ഇതാണ് തോന്നുന്നത്. എന്താ ലിഫ്റ്റാ? എനിക്ക് വീട്ടിൽ പോണം. നമ്മളോട് പെട്ടു സത്യം പറഞ്ഞ. ഓപ്പൺ ഇതേ ഓപ്പൺ ആക്കിയില്ല. 3 ഇതവിടെ വെക്കേണ്ടത് തന്നെയായിരിക്കും. 2 ഒറ്റ മിനിറ്റ്. ഇതൊരു പസിലാണെന്ന് എനിക്ക് തോന്നുന്നു. 1 2 3 4 5 6 1 2. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ 2 ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇതിലൂടെ 3 ആയിരിക്കും. അപ്പോൾ 1 2 3 4 5 ഇവിടെ 5 വരണം. 1 2 3. ഓക്കെ. അപ്പോൾ ഇത് തറയിലിട്ടപ്പോൾ 5 എന്നാൽ ശരി. 5 ഇനി 3 ബോൾട്ടൊക്കെ എടുത്തിട്ട് എത്തില്ല. എൻ്റെ തലത്തെ സ്കൂൾ 2 എന്തിന്? 2 എന്തിനാണ്? 2 ഇപ്പോൾ ആവശ്യമില്ല. അതിനെ കൊണ്ട് 2ൻ്റെ ഒരു ആവശ്യവും കാണുന്നില്ല. 4 വിഷപ്പെടാം. 4 1 2 3 4 ഇതല്ല 3. ഇവിടെ 3 വരേണ്ടത്. എന്തോന്നാ ഇത്? ഈ 4ൻ്റെ ആവശ്യമില്ല. ദിസ് ഈസ് വേസ്റ്റഡ്. 4 പിന്നെ ഇവിടെ ഒരു ബുക്കും ഇല്ല. ഇവിടെ ഒരു ബുക്കും ഇല്ല. എനിക്ക് ഇവിടെ നമുക്ക് അപ്പുറത്ത് അവൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ചിലപ്പോൾ അതായിരിക്കും ബസ്സിൽ. എൻ്റെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ ബ്ലാക്ക് ആയിട്ട് അവൻ്റെ കൂടെ
നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് പറ്റുന്നില്ല. നമ്മളെ മാനസികമായി തകർച്ച് കളിക്കുന്നു. ഇതൊക്കെ തെറ്റാണ്. ഞാൻ ഒരു വളർന്നു വരുന്ന ഗെയിമറല്ലേ? ആണോ അല്ലയോ? എന്തോ കണ്ടല്ലോ. ആവശ്യമില്ല. ഞാൻ വന്നാണെങ്കിൽ വന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേരെ കാണാൻ ഇങ്ങനെ വല്ലതിനൊക്കെ ആവശ്യം വരും. എന്നാലും ഈ 4 എടുത്ത് എൻ്റെ അടുത്തെങ്ങാനും വെച്ചാലോ? 2 ഇവിടെ ഉണ്ട്. ഞാൻ 2 ഘടിപ്പിച്ചു. ഓക്കെ, ഈ 3 ചേർപ്പിക്കായിരിക്കും. റിമൂവ് ഇതല്ല, ഏതായിരിക്കും? നമുക്കിവിടെ എല്ലാം സെർച്ച് ചെയ്യാം. നമുക്ക് നിഗൂഢതയായിട്ടെല്ലാം പാകും നോക്കാം. എന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. പുറത്ത് നിഗൂഢതയിൽ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ മുകളിൽ നോക്കാം, താഴെ നോക്കാം, ഇതിൻ്റെ സൈഡിലോ ബാക്കിലോ. ഇവിടെ കുഞ്ഞാനാണോ? അല്ല, കുഞ്ഞാനോ അല്ല, ഒരു കുഞ്ഞത്തിനും അല്ല. ഇവിടെ ഇനി കൂടുതൽ നോക്കുക. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ? ഈ ഡ്രോയർ എന്താ ചന്തം കാണാൻ വെച്ചിരിക്കുക? അതിനകത്തൊന്നും പറ്റുന്നില്ല. എന്നാൽ എവിടെ പോയോ? നോ ബേബി, ഇവിടെ ബേബി വരച്ചില്ല. ഇവിടെ ബേബി കിട്ടാനോ അതിലൂടെ ബേബി. യവന് നമ്മളെ തൊടാൻ ഡോർ തുറക്കണ പറ്റില്ല. നന്നേ, ഇതെങ്ങനെ തുറക്കഞ്ഞ്? ഈ ഒറ്റ മിനിറ്റ് ഒരു ബുക്ക് കിടക്കുന്നുണ്ടല്ലോ. ഇത്രേ ഉള്ളു. ഞാൻ വെറുതെയാണ് കേട്ടാ. ഞാനൊരു പൊട്ടൻ തന്നെ. ഞാൻ അവിടെയും ഇവിടെയും തരാണ്ട് കൊടുത്തത്. ആ ബ്ലാക്കറ്റ് അവിടെ ഇതെന്ത് പോക്ക്? ചിലപ്പോ ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ. മിക്കവാറും ഇത് 2 സൈഡുകളൊന്നും ആയിരിക്കും. ഇതെന്ത് സംഭവം? എന്താ? ഓ, ഇത് കറക്കണമായിരിക്കും. കറക്കിയിട്ട് വലിയ ഗുണമില്ലേ? ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇതെന്താ? കോളാ. എനിക്ക് തോന്നുന്നു ഇത് ട്രെയിനത്തെയൊക്കെ പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യുക, ഇരുന്ന് പണിയുക. ഇങ്ങനെ എടുക്കുക, കണ്ടേ? ഇത് കൂടണേ. ഇത് കൂട്ടണമെന്നില്ല. ഫീഡ് ചെയ്യാൻ പറയുന്നു. അതിന് ഫീഡ് ഇഷ്ടപ്പെടാൻ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി കറക്കാം. ഒത്ത ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും പൊട്ടിത്തെറിപ്പ്. ഞാൻ വിചാരിച്ച പൈപ്പൊക്കെ പൊട്ടി നമ്മളൊക്കെ ഒരു അവസ്ഥയായി താഴെ കിടക്കും. എന്നിട്ട് ആട് സിനിമയിലൊക്കെ പോലെ ഇങ്ങനെ ഉപ്പനെ പോലെ ഇങ്ങനെ. എനിക്കങ്ങനെ ആഗ്രഹമില്ല.
എക്സ്പ്ലോർ ചെയ്യാൻ ക്രൗഡ് അവനതിൻ്റെ ഉള്ളിൽ കയറി പോയി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടൊക്കെ നേടി എന്ത് സംഭവിക്കണം? എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ലോക്ക്ഡൗൺ. എന്ത് എന്തോ ശബ്ദം ലോക്ക്ഡൗൺ. എന്താ ഇതെന്നാണ് ശബ്ദം? എടാ മോനെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പൊ ശബ്ദം. എടാ പൂച്ച ഫ്ലവറാ. ക്ലോസ് ഒന്നും ചെയ്യണ്ടാവുമ്പടാ. വായിക്കാൻ പോലും പറ്റും. ഒരു മിനിറ്റ് ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു ഇതുപോലെ എന്തോ ഒരു അത് ഉരുട്ടി തന്നു നമുക്ക്. അപ്പൊ അതിനെന്തോ ചെയ്യണം. പക്ഷെ ഇതൊരു റോബോട്ടാണ്. എന്ത് റോബോട്ടാണിത്? ബാറ്ററി വേണം. മിക്കവാറും നമ്മൾ മേളിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ബാറ്ററി ഉണ്ടാവുക. ഈ ഗേറ്റ് അല്ലേ ആ ഗേറ്റ്, ആ ഗേറ്റ് അല്ലേ ഈ ഗേറ്റ്. അതെ അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണം. ഇവിടെ ഓപ്പണാണ്. ഇങ്ങനൊരു സാധനമുണ്ട്. ഈ ബാറ്ററിയാണ് അവനെ കൊണ്ട് കൊടുക്കുന്നത്. ഇത്ര ഈസിയാണ് അവനെ നേരാക്കാൻ. അവനെ നേരാക്കാൻ ഇത്രയും ഈസിയാണ്. ഇട്ടു എന്ത് പറ്റി നിനക്ക്? ഒന്നും പറ്റിയില്ല. എടാ ഇവനെ എണീക്കണില്ല. അവനിപ്പോഴും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്ത് പറ്റിയോ പാവം. ഇപ്പോഴും മിന്നണു. ഞാൻ പുതിയ ബാറ്ററി അല്ലേ നിനക്ക് തന്ന്. അങ്ങോട്ടേക്ക് പോകാം. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ വെക്കാം. ഇല്ല തുറക്കുന്നില്ല. വലിയ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ വെക്കണം. ഇതിൻ്റെ പേര് ന്യൂട്ട് എന്നായിരിക്കും ചിലപ്പോൾ. കണക്ഷൻ ഓ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കണത്. ഇവൻ്റെ പേര് ന്യൂട്ട് എന്നാണ്. ന്യൂട്ട് എന്നാണ് ഇവൻ്റെ പേര്. ന്യൂട്ട് എന്നാണ് എൻ്റെ പേര്. ന്യൂട്ട് നമുക്ക് ന്യൂട്ട് എന്ന് വിളിക്കാം. ഒരു ന്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടാണ്. മിക്കവാറും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ബേബിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയത്തിനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും. ആ പൂച്ചടയിൽ അത് കൊടുത്തപ്പോൾ ആ പൂച്ച കടിച്ചിട്ട് അതിൻ്റെയൊക്കെ വയറൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ബാറ്ററിയൊക്കെ കേടാക്കി അത് ഒരു സൈഡിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ ബേബി തന്നെ അവന് ന്യൂട്ടെന്ന് പേരിട്ടുണ്ടാവും. അങ്ങനെ വലുതായിരിക്കും. ഇവിടെ 3 ചോപ്പ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കളിയാണെന്ന്. കളിയും ഒരു ചാർജർ. നമുക്കിങ്ങനെ തെറ്റാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഈ കുത്തു വേണം അതിലിങ്ങനെ ആ ശരി എത്തിയില്ല. എനിക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇത് എത്രയുണ്ട്? തോറ്റുപോയിട്ട് വെക്കേണ്ടി വരും. നമ്മുടെ ന്യൂട്ട് ഇനിയിപ്പോൾ ന്യൂട്ടിനെ വെച്ചിട്ടാണ് ബാക്കി കളി. അല്ലെങ്കിൽ ഇണ്ടാണ്ടിരുന്നുണ്ടോ കാര്യമില്ലേ ന്യൂട്ടിനെ വെച്ചിട്ട്. കളി ന്യൂട്ടിനെ വെച്ചിട്ടായി പോയില്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും.
മനസ്സിലായി ഈ മുന്നോട്ട് സമയം ഒരു പ്രാവശ്യം സാധ്യത എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യുന്നത് പോലെ ചാർജ്. ഒരെണ്ണം കൂടെ ഉള്ളൂ. ഒരെണ്ണത്തിന് ഇതിലെന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ട്. ക്ലോക്ക് പോലെ വട്ടം വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കൊടുക്കണം. സിമ്പിൾ കോൺഫിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയില്ല നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലെവലൊക്കെ ക്യാൻസൽ ആവും. എന്നാലും നമ്മൾ എന്തിനാ ഈ കളിയൊക്കെ കളിക്കുന്നത്? വെറുതെ പോയപ്പോൾ ഈ കളീൻ്റെ ഒരു ആവശ്യമില്ല. സിമ്പിളായി നോട്ടിന് നേരെ കണ്ട് ജോലി വന്നാലും. പക്ഷെ എനിക്ക് കളി കളിക്കാൻ പറ്റുന്നില്ല. മനസ്സിലൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. ഇതൊന്നും പച്ചയായത് എനിക്ക് ആവശ്യം വരില്ല. ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിള് ഇതിലിപ്പോൾ ഹാർഡായിട്ട് 2 എണ്ണം ഞാൻ കറക്റ്റായിട്ട് കൊടുത്ത് എത്തിപ്പോടെ. ഇവനെ ഞാൻ ചാർജ് ചെയ്തെടുക്കുമ്പോഴേക്കും എൻ്റെ ചാർജ് ചെയ്തു. ഒരെണ്ണം കൂടിയേ ഉള്ളൂ എന്ന് എൻ്റെ ഒരു വിചാരം. ഈ ഒരു ലെവലും കൂടി കഴിഞ്ഞാൽ എന്നെ അതിലേക്കൊന്ന് പാസാക്കി വിടണേ. ഇവന് ചാർജ് എടുക്കും. 3 പച്ച പൈസ. അങ്ങനെ അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ എന്നോട്ടെ ഒരുപാടാ എടുക്കാനോ. ഇത് നമ്മൾ ഇവനെ ചാർജ് ചെയ്ത സമയത്ത് കണ്ടായിരുന്നു. നമുക്ക് ഈ വഴി പോവാം. ഇവനെ ചാർജ് ചെയ്ത സ്ഥലത്ത് ഞാൻ കണ്ടു. ഇതല്ലേ നമ്മൾ വന്ന വഴി. ഇവിടെ ഇതല്ലേ ഇതെന്ത് എന്തോ സംഭവിക്കുക. ഫോണൊക്കെ ചിലപ്പോൾ ഇതിന് തല ശരിയില്ല എന്ന് പറയണം. ന്യൂട്ടിൻ്റെ തലയും ശരിയായി. അവന് ഇത് വേണമെന്ന്. അവൻ ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ നമുക്ക് വേണ്ടി. അവന് താഴെ ഇതൊക്കെ വേണമെന്ന്. താഴെ കിടക്കുന്നൂടാ. അവൻ താഴെ എന്തോ ബൂസ്റ്റർ പോലെ എന്തോ സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് കൊണ്ട് കൊടുക്കണം. ചിലപ്പോൾ ഇവനെ ഇവിടെ വെക്കുമ്പോൾ വന്ന് ഇവിടെ വല്ല സീക്രട്ട് ഐറ്റം ഉള്ളതുകൊണ്ടോ ഇത് തുറന്നടാ. ഇവിടെ അടിയിലേക്ക് പോകാനാണ്. ബൂസ്റ്റർ. അവനെ കളിപ്പിക്കാനുള്ളത്. മോനെ കാത്തിരിക്കാൻ വന്ന് നോക്കിയത്. ബൂസ്റ്റർ വേണ്ടേ? എന്തേ നിനക്കുള്ള ആവശ്യമുള്ളതാ. എനിക്ക് കളിപ്പിക്കാൻ അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷീനൊക്കെ കാണും. നമുക്കിത് നോക്കാം. ഇത് ഇവിടെ വെക്കാൻ പറയണോ പ്ലേസ്? ഇവിടെ നമ്മൾ ന്യൂട്ടിന് നിറച്ചിട്ട് അവനെ കളിപ്പിക്കുകയായിരിക്കും. കണ്ട ചിത്രം. മനസ്സിലായി. ഇതിങ്ങനെ അമർത്തുമ്പോൾ അത് മേളിക്കുമ്പോൾ അപ്പം തന്നെ അവൻ്റെ ഇതിൽ ഘടിപ്പിക്കും. അല്ല ഈ ബൂസ്റ്റർ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാൻ പോവാ? അവനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിവന് ഈ ബൂസ്റ്റർ കൊടുക്കാണ്ടിരുന്ന പക്ഷേ അതും പ്രശ്നമാണ്. അല്ല ഒരു മിനിറ്റ്, ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്, കൊടുത്താലും പ്രശ്നമാണ്. ഇത് തോന്നുന്നു ഈ ബൂസ്റ്റർ ഘടിപ്പിക്കുമ്പോൾ ഇവനെ ബൂസ്റ്റർ എന്നല്ലേ പറഞ്ഞിരിക്കണം. അപ്പോൾ അവന് പറക്കാൻ അങ്ങനെ നടക്കാനൊക്കെ ഉള്ള കഴിവ്. ഇപ്പോൾ നടക്കാനുള്ള കഴിവൊന്നുമില്ല. കണ്ടില്ലേ? താഴെയിട്ട് അവിടെ അവനെ കിടക്കും. ഒരു സാധനത്തിനെ പോലെയാണ്, റോബോട്ടൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവനെ കൊണ്ട് വെക്കണം. വെക്കാം. ഇങ്ങനെ എടുക്കും. ഇവനെ എടുത്തു കഴിഞ്ഞാൽ ഡോർ അടിയും. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവനെ അകത്തോട്ട് കൊണ്ടുപോകാൻ?
ചിലപ്പോൾ ന്യൂട്ടിന് പകരം വല്ലതും വെക്കണമായിരിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ നോക്കാം. സ്വർഗത്തിലൊക്കെ തോന്നുന്നു ഈ ഡോറിൻ്റെ ഇവിടെ. ഇതെടുക്കുമ്പോൾ അളയല്ലേ പ്ലീസ് പ്ലീസ് നോട്ട്. സ്നൂട്ട് എന്ന് പറഞ്ഞ സ്നൂട്ട് നമുക്ക് സഹായകരമാവും അങ്ങനെ എന്നാ എനിക്ക് തോന്നണത്. നമുക്ക് ഇവരോട് ചോദിക്കാം. അവൻ്റെ തലയൊക്കെ തെറിച്ചു പോയി, പൊങ്ങിയൊക്കെ നിന്നു. അവനിപ്പോൾ ഓടാനൊക്കെ പറഞ്ഞു. അവൻ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അവൻ നൈസിൽ അവൻ്റെ പണി നോക്കി പോയി. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അവൻ പോയിട്ടുണ്ടാവും. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എനിക്കിനി പോകേണ്ട സമയം വരേണ്ട. അവനിനി അങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും പറന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടം വെറുതെ നേരാക്കി കൊടുത്തു. അവന് ഇനിയിപ്പോൾ അവന് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ചെയ്ത് തീർക്കായിരുന്നു. അതിന് കഷ്ടമാണ്. എടാ ന്യൂട്ടേ, ചിലപ്പോൾ അവൻ നമുക്ക് വല്ല സഹായം ചെയ്ത് തരാനായിരിക്കാം. അവൻ മിക്കവാറും നമുക്ക് വല്ല സഹായവും ചെയ്യാനായിരിക്കും. അവനങ്ങനെ കുടുംബമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ ടോയ് അല്ലേ അവൻ. അപ്പൊ അവന് നമ്മളില്ലേ നേരാക്കി. അപ്പൊ അവന് വരാൻ വഴിയില്ല. എന്താ പറഞ്ഞു? ശരി, ഞാൻ ചോദിച്ചതല്ലേ എടുത്തു കൊടുക്കാൻ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരാനായിരിക്കും. ലിഫ്റ്റ് നേരാക്കിയിട്ട് നമ്മളെ അവൻ അതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഞാൻ പലതും വിചാരിച്ചു അവനെ കുറിച്ച്. ഓയിൽ എന്തിനുണ്ടോ ഈ ലിഫ്റ്റിലൊക്കെ? അത് ബേബീൻ്റെ ശബ്ദമില്ലേ? ചിലപ്പോൾ ആ ബേബി ഇവനെ കൊല്ലുവോ? നിനക്ക് കുടിക്കാനാണ് ഞാൻ പൂവും കിട്ടണു. പറ എന്താ വേണ്ടത്? ഹാമർ ഞാൻ ഇവിടെ എവിടെയോ കണ്ടു. ഇതെന്തിനാ സ്പൂണ്ടായിട്ട് ഞാൻ പോയിട്ട് വാ. വേറെ ലിഫ്റ്റ് ഹെൽപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ എല്ലായിടത്തും താഴെ ഇല്ല താഴെ. ലിഫ്റ്റ് നേരായി തോന്നുന്നു. അവനെവിടെ? എല്ലാം ഓക്കെ. അവനെവിടെ? എല്ലാം ഓക്കെ. പക്ഷെ അവനെവിടെ പോയി? ചിലപ്പോൾ അതിൻ്റെ അടിയിൽ നനങ്ങിയിട്ടുണ്ടാവും. അല്ല, അവനെങ്ങനെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കാം. ഞാനിപ്പോൾ അത്ര ബേബി വന്നു. ഞാനിവിടെ വെച്ച് അതിൻ്റെ പീയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മതി കളിച്ചൊന്നും മതി. നമുക്ക് കുറേ വ്യഞ്ജനങ്ങളൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സൈനിങ് ഔട്ട്.